ഹായ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് മാവ് ഉപയോഗിച്ച് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ട ദോശ റെസിപ്പിയാണ്. അപ്പോൾ കറിയുടെ ഒന്നും ആവശ്യമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ ഗോതമ്പ് ദോശയൊക്കെ കഴിക്കില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും അവർ കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മുട്ടയും കൂടെ ആഡ് ചെയ്തത് കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഒപ്പം തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. ഞാനിവിടെ 1.5 കപ്പ് അളവിലാണ് കേട്ടോ ഗോതമ്പ് മാവ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് പ്രത്യേകിച്ച് അളവൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് മാവ് എടുത്താൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് എല്ലായിടും ഒന്ന് യോജിപ്പിച്ച് എല്ലാ ഭാഗത്തും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഇനി വെള്ളം ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മൾ കുറേശ്ശെ വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒത്തിരി ഒരുമിച്ച് എടുത്തങ്ങ് ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തില്ല. സോ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ദോശ മാവിനൊക്കെ ബാറ്റർ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഒത്തിരി അങ്ങ് ലൂസായി പോണ്ട, എന്നാൽ തീരെ അങ്ങ് കട്ടിയോ ആവണ്ട. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടുന്നത്. ഏകദേശം ഞാൻ 2 കപ്പോളം ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ 2 ഗ്ലാസ്സോളം വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് വേണ്ടുന്നത് സവോളയാണ്. ഒരു മീഡിയം വലിപ്പം എന്ന് പറയാട്ടോ, ഒരു കുഞ്ഞാണ്, തീരെ വലുതല്ല കേട്ടോ. അപ്പൊ ആ ഒരു മീഡിയം വലിപ്പത്തിനുള്ള ഒരു സവോള ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നതാണ് മുട്ട. ഞാനിവിടെ 3 മുട്ടയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. 3 മുട്ടയും നമ്മുടെ ഈ ഒരു സവോളയിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുവാണ്. മൂന്നാമത്തെ മുട്ടയും അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 മുട്ടയും നമ്മൾ സവാളയിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് മതി, നമ്മൾ ഓൾറെഡി അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വളരെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്യണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു പച്ചമുളക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണേ. ഞാനിവിടെ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല, അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുട്ടയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാൻ പോയാലോ. അപ്പോൾ ദോശ ചുട്ടാനായിട്ട് പാൻ ഇവിടെ റെഡിയാണ്. അതിലേക്ക് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യോ ഓയിലോ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി കുറച്ച് പരത്തിയെടുക്കാം കേട്ടോ. ഒരു മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് നെയ്യ് പുറത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യോ ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ നെയ്യാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. വളരെ കുറച്ച് മതി കേട്ടോ. ഓക്കെ, നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്യാം. മുട്ട എടുത്തിട്ട് ആഡ് ചെയ്യാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ഓക്കെ, നമ്മൾ മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. ഫ്ലെയിം ലോ ഫ്ലെയിം ആയിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സൈഡ് അങ്ങനെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ ഗൈസ്, കണ്ടോ നമ്മുടെ ഗോതമ്പ് മുട്ട ദോശ എന്ന് പേരിട്ടു കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്കിനി ബാക്കിയും ഉണ്ടാക്കി എടുക്കാം.
നമുക്കിനി നെയ്യ് ആഡ് ചെയ്യാം. മുട്ട ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ദോശ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. വളരെ ഇൻസ്റ്റൻ്റ് ആണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.